കിട്ടിയ കുട്ടിക്ക് അതിന് രണ്ടാമത് പരീക്ഷ എഴുതേണ്ടി വരുന്നു എന്നുള്ള ബുദ്ധിമുട്ട് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും കോടതിക്ക് ഒരു റീടെസ്റ്റ് സാധാരണ ഇതിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കൂടെ ടെൻസ്ഡ് ആവരുത്. പക്ഷെ CBI ഇതിലേക്ക് വരികയും കുറേ പേരും കൂടി ഇതിലേക്ക് ബുക്ക് ചെയ്യുകയും അതിന് പുറമെ നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ പെട്ടെന്ന് നീട്ടിവെക്കുകയും ചെയ്തതോടെയാണ് ഒരു സാധ്യത വരാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം. നിങ്ങൾ ഒന്ന് കാര്യമായിട്ട് പഠിക്കാനും ഈ 600 റേഞ്ചിലുള്ള കുട്ടികൾ, അറൌണ്ട് 600 റേഞ്ചിലുള്ള കുട്ടികൾക്ക് നല്ല ചാൻസ് ആണ് തിരിച്ചു വരാൻ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, റൈസ് നെസ്കയാണ്. ഇപ്പോൾ നീറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷെ എല്ലാവരും കാണാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുട്ടികളുടെയും പേരൻസിന്റെയും ആശങ്ക എന്ന് പറയുന്നത് അതാണ്. കിട്ടിയ കുട്ടിക്ക് അതിന് രണ്ടാമത് പരീക്ഷ എഴുതേണ്ടി വരുന്നു എന്നുള്ള ബുദ്ധിമുട്ട്. കിട്ടാത്ത കുട്ടിക്ക് ഓൾറെഡി ഒരു ബ്ലോ അവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് തലയ്ക്ക്, കിട്ടുന്നില്ലല്ലോ എന്നൊരവസ്ഥ. അവിടെ നിന്ന് ഒരു 15 ഡേയ്സ് കൊടുത്തിട്ട് പഠിച്ചോളൂ രണ്ടാമത് എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷകളും ഉണ്ടായിരിക്കും. അതേ സമയത്ത് അതിനി കിട്ടും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരിക്കും. ഏതായാലും സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ടോട്ടലി വറീഡാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും അവരുടെ പേരൻസ് അതേ ടെൻഷനിലായിരിക്കും. എല്ലാം കിട്ടി, ഇനി അഡ്മിഷനിലേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുടെ പേരൻസ് വരെ എന്നെ പേടിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നുകിൽ അത് നടത്തുമെന്ന് പറയാം, അല്ലെങ്കിൽ അത് നടത്തില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഗവൺമെന്റ് പറഞ്ഞത് നീറ്റ് എക്സാമിനേഷൻ റീടെസ്റ്റ് നടത്താനുള്ള സാധ്യത കുറവാണെന്നാണ്. അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ 12 മണിക്കൂർ മുന്നേ ക്യാൻസൽ ചെയ്തതോടെ നമുക്ക് ആകെ സംശയമായി. അപ്പൊ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നാവുന്ന രൂപത്തിലേക്കായി കാര്യങ്ങൾ. മാത്രമല്ല നേഷൻ വൈഡ് വളരെ കൂടുതൽ ആൾക്കാർ 100ഓളം പേരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പോലീസ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് വ്യാപകമായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോ കോടതിയിലാണെങ്കിൽ എല്ലാവരും കോടതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഞാൻ കുട്ടികളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ഒരു റീടെസ്റ്റ് സാധാരണയിൽ പറയാൻ പറ്റില്ല. കാരണം അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പോലീസ് കൊടുക്കണേ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ഇത് വ്യാപകമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടെന്നും ഈ പരീക്ഷയ്ക്ക് വിശ്വാസ്യത ഇല്ല എന്നും കോടതിക്ക് ഉത്തമ ബോധ്യം വരുന്നവരെ കോടതി എന്ത് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷയും സ്വന്തമായിട്ട് അത് ക്യാൻസൽ ചെയ്യുന്നില്ല. അതെന്താ ചോദിച്ചാൽ അത് ക്യാൻസൽ ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് ആണ് ഫൈനൽ ചെയ്തൊരു ഡിസിഷൻ എടുക്കേണ്ടത്, കോടതിയല്ല. കോടതി ഇങ്ങനത്തെ കാര്യങ്ങളിൽ സാധാരണ ഇതിൽ ഇടപെടില്ല. എക്സാം നീട്ടി വെക്കണം എന്നുള്ള ആവശ്യം അതൊന്നും കോടതി ഇടപെടില്ല. ആകെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും മൗലികാവകാശ ലംഘനം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഉത്തമ ബോധ്യം വരികയാണെങ്കിൽ മാത്രമേ കോടതി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോടതിയിൽ വരുന്ന കേസിൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇനി കുട്ടികളോട് എന്താ പറയേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഡ്രെയിൻഡ് ആണ്. നന്നായി പഠിച്ചിട്ടുണ്ടാവും, പരീക്ഷ എഴുതി കഴിഞ്ഞോടെ ഒരു ഫെറ്റീഗ് വന്ന അവസ്ഥയിലായിരിക്കും. ഇലക്ഷൻ ഫെറ്റീഗ് നമുക്ക് കേൾക്കുന്ന പോലെ ആകെ ഒരു ആ സ്റ്റുഡന്റ് കമ്മിറ്റി മുഴുവനും ഭയങ്കരമായിട്ട് വിശ്രമിക്കാവുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുവരും. ഒരു തിരിച്ചടി നിങ്ങൾ ഡോക്ടേഴ്സ് ആവാൻ പോണ കുട്ടികളാണെന്ന് ആദ്യം ഓർക്കണം. നമ്മൾ 100% വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു സർജറിയിൽ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടായിരുന്നു വരാം. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളെ കാണാൻ നിങ്ങൾ ബേസിക്കലി തയ്യാറാവണം. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ വരുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളും അതുപോലെ ഒക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചാനലുകളൊക്കെ അവർക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരു ഉത്സവമാണിത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. ഒരു എക്സാം കൂടി വരികയാണെങ്കിൽ ഞാൻ എഴുതാൻ തയ്യാറാണ്. അത് കേട്ട ഉടനെ ആകെ അങ്ങ് പേടിക്കൊന്നും വരുത്. സാധ്യത ഞാൻ നോക്കിയിട്ട് ഒരു 60% സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ആദ്യമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ CBI ഇതിലേക്ക് വരികയും കുറേ പേരും കൂടി ഇതിലേക്ക് ബുക്ക് ചെയ്യുകയും അതിന് പുറമെ നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ പെട്ടെന്ന് നീട്ടിവെക്കുകയും ചെയ്തതോടെയാണ് ഒരു സാധ്യത വരാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ഈ കാര്യത്തിൽ പതുക്കെ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഭാഗത്ത് കൂടെ നല്ലതാണ്. കുറച്ചൊരു മോഡൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഒരു 15 ഡേയ്സ് ഈ ഒരു പരീക്ഷ കിട്ടും. ഇപ്പം കണ്ടില്ലേ, ഒരു 15 ഡേയ്സ് കൊടുത്തത് കണ്ടില്ലേ, അത് അതുപോലെ കിട്ടും. അപ്പോൾ ഒരു 15 പരീക്ഷകൾ അല്ലെങ്കിൽ ഒരു 30 പരീക്ഷകൾ നമുക്ക് ആ സമയത്ത് എഴുതാം. പഠിക്കാനൊന്നും നിങ്ങൾക്ക് ഇനി ഒന്നും ഉണ്ടാവില്ല, പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കിട്ടാത്ത കുട്ടികൾ എന്ന് പറഞ്ഞ ആൾക്കാർക്കും പരീക്ഷയിൽ അന്ന് നന്നായി ചെയ്തില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അവർക്ക് അറിയാത്ത ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആകെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യേണ്ടി വരും, ഒന്നിനെയും മനസ്സിനെയും ഒന്നുകൂടി പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ കൂടെ ടെൻസ്ഡ് ആവരുത്. വേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പ്രിപ്പയർഡ് ആവണം. ഇതിലൊരു തിരിച്ചടി വരാൻ സാധ്യത ഉണ്ട്. ചില ഡോക്ടേഴ്സ് എന്നോട് പറയാറുണ്ട്, എല്ലാം ശരിയാണ്, ഒക്കെ റെഡിയാണ്, പേഷ്യന്റിനെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ട് 10 മിനിറ്റിന് കാൾ ഒന്ന് തിരിച്ചു വരുമെന്ന്. അപ്പോൾ ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സർജറി ചെയ്തതിന് ശേഷം തിരിച്ചു വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ തിരിച്ച് ഇപ്പൊ തന്നെ വിളിക്കും എന്നുള്ളൊരു ആശങ്ക എല്ലാ സമയത്തും നിലനിർത്തിയിട്ടാണ് ഞങ്ങൾ ചെയ്യാറെന്നാണ്. അപ്പൊ അതിനുള്ള അതായത് വേറൊരു പരിപാടിക്ക് പിന്നെ അങ്ങോട്ട് പോവില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇനി ഞാൻ മറ്റൊരു ജോലി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കോള് കൂടി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് ആലോചിക്കണം, കുറച്ചേരൂടി വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ പ്രൊഫഷണൽസ് കാര്യങ്ങൾ എപ്പോഴും ഡീൽ ചെയ്യുക.
ഇപ്പോൾ ഒരു വക്കീലിനെ ആലോചിച്ച് നോക്കൂ, നന്നായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ജഡ്ജിക്ക് അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം തിരിച്ചടികൾക്ക് ഒരു പ്രൊഫഷണൽ എല്ലാ സമയത്തും തയ്യാറായിരിക്കണം, എസ്പെഷ്യലി ഡോക്ടർ തയ്യാറായിരിക്കണം. കാരണം അയാൾ അങ്ങനത്തെ ഒരു ഡീൽ ചെയ്യാനാണ്, പഠിക്കാനാണ് പോണത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ചില തിരിച്ചടികളൊക്കെ ഈ സമയത്തും വരാം. അതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സിനെ വേണ്ടി വരികയാണെങ്കിൽ ഒരു റീടെസ്റ്റിന് ഞാൻ പാകപ്പെടണം എന്ന് മനസ്സിലാക്കിക്കോളും. അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഏതെങ്കിലും എക്സാംസ്, ഇപ്പോൾ റേസിലെ കുട്ടികൾക്കാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് സാറോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷകൾ തന്ന് തുടങ്ങാം. ഏതായാലും 1-2 ദിവസം കൂടി കാത്തിരിക്കാം. അതിനുശേഷം നമുക്കൊരു ആശങ്ക, പരീക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തോന്നുകയാണെങ്കിൽ സംശയിക്കേണ്ട. എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകൾ നമുക്ക് തുടങ്ങാം. ഓൺലൈൻ ടെസ്റ്റുകൾ മതി. നിങ്ങൾക്ക് പഠിക്കാനൊന്നും പുതുതായിട്ടില്ല, പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് അന്ന് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നന്നായി ചെയ്യാൻ പറ്റും, അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. എനിക്ക് ആ ഒരു 600-610 മാർക്കുള്ള കുട്ടികളാണ് കുറച്ചൊന്ന് ഡെസ്പറേറ്റ് ആയിരിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ കിട്ടുമായിരുന്നു, ഈ പ്രാവശ്യം വെച്ചാൽ കിട്ടില്ലല്ലോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. ഏകദേശം 1500ഓളം കുട്ടികൾക്ക് രണ്ടാമത് ആ ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, അതിലേശം കുറച്ച് പേരെ എഴുതിയിട്ടുള്ളൂ, കുറേ പേര് എഴുതിയിട്ടില്ല. അവരൊക്കെ ഞാൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന ആ ലിസ്റ്റിലേക്കൊന്നും എത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അവരുടെ ഒരു ടോട്ടൽ നമ്പർ ഒന്നും അതിനുള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും നിങ്ങൾ ഒന്ന് കാര്യമായിട്ട് പഠിക്കാനും ഈ 600 റേഞ്ചിലുള്ള കുട്ടികൾ, അറൗണ്ട് 600 റേഞ്ചിലുള്ള കുട്ടികൾക്ക് നല്ല ചാൻസാണ് തിരിച്ചു വരാൻ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ അത് ഈ 40 പേർക്ക് 50 പേർക്കൊന്നും ഫുൾ മാർക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല ഉണ്ടാവുക. കുറച്ചൊന്ന് ആ റാങ്ക് തിരിക്കാനുള്ള പാകത്തിലുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിട്ട് അതിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. കാരണം ഒന്നാം റാങ്ക് ആയിരിക്കാനും അതിൻ്റെ താഴെ തന്നെ 2ാം റാങ്ക് വരാനും അതിനനുസരിച്ച് കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാനും തന്നെ തീർച്ചയായിട്ടും ആ പരീക്ഷ കുറച്ച് ടഫായിട്ട് നടത്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അത് ഫിസിക്സിലും കെമിസ്ട്രിയാണ് കയറി വരിക. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം നോക്കുക, ഫിസിക്സ് നോക്കുക, കെമിസ്ട്രിയുടെ ആ ഫിസിക്കൽ കെമിസ്ട്രിയുടെ പാർട്ടും കൂടി ഒന്ന് അവിടെയൊക്കെയാണ് ടഫായിട്ട് ഉള്ള ചില പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കൂടുതലായി നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഉണ്ടാവുക. അതുകൊണ്ട് ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. 1-2 ദിവസത്തിനുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് വരാം. എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.